ഗ്രേസും തോട്ട്സിലെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇടയ ജീവിതത്തിലെ വെല്ലുവിളികളെ പറ്റിയാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിൻ്റെയും കുറവ് ഉണ്ടാവുകയില്ല. കർത്താവിന് നിങ്ങൾ ഓരോരുത്തരെ പറ്റിയും ഒരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയാണ്. കർത്താവ് എൻ്റെ എന്നതുപോലെ തന്നെ ഓരോരുത്തരുടെയും ഇടയനാണ്. ഓരോരുത്തരുടെയും ക്ഷേമത്തിന് വേണ്ടി പരിശ്രമിക്കുകയും പദ്ധതിയിടുകയും ചെയ്യുന്ന നീതിമാനായ കർത്താവാണ് ഇടയൻ. ഒരു സിനിമ ഇറങ്ങുകയുണ്ടായി, ആടുജീവിതം. ആദ്യമായിട്ട് ആ സിനിമ ഇറക്കിയ പൃഥ്വിരാജൻ സാറിന് 1000 നന്മകളും നന്ദിയും ഞാൻ പറഞ്ഞുകൊള്ളുകയാണ്. ആ സിനിമയിൽ കൂടുതൽ പരാജയങ്ങളാണ് കാണുന്നതെങ്കിലും കുറേ ചിന്തിക്കാനുള്ള വശങ്ങൾ അതിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇടയ ജീവിതത്തെപ്പറ്റി ചിന്തിക്കാം. ഇടയ ജീവിതത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ പ്രധാനമായും കർത്താവ് പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവ് എന്ന ആ പ്രാർത്ഥനയിൽ ഇടയ ജീവിതത്തിന് സർവ്വതും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഇടയൻ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പറയും ആത്മീയമായി നയിക്കുന്നവരാണ് നമ്മൾ ഇടയൻ, ഭൗതികമായി നയിക്കുന്നവരാണ് ഇടയൻ. എന്നാൽ വളരെ പ്രധാനമായി മനസ്സിലാക്കുന്നത് ആത്മീയമായി നയിക്കുന്നവരും ഭൗതികമായി നയിക്കുന്നവരും, അതായത് നമ്മുടെ പിതാക്കന്മാരും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അനേകം വ്യക്തികളെല്ലാം ഇടയന്മാരാണ്. അതിനേക്കാൾ അപ്പുറത്തായിട്ട് ഒരു കുടുംബത്തിൽ നയിക്കുന്ന കുടുംബനാഥനും കുടുംബനാഥയും ഇടയന്മാരാണ്. ഒരു കുടുംബത്തിൽ എന്തെല്ലാം പരാജയങ്ങളുണ്ടായാലും, ഒരു രാജ്യത്തിൽ എന്തെല്ലാം പരാജയങ്ങളുണ്ടായാലും, ഒരു ആത്മീയ തലത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങൾക്കെല്ലാം കാരണം ഇടയനിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണെന്ന് 100% നമുക്ക് അടിവരയിട്ട് പറയുവാൻ കഴിയും. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. അതായത് സ്വർഗസ്ഥനായ പിതാവിൽ ആദ്യത്തേത് പറയുന്നത് നിൻ്റെ ദൈവത്തെയാണ് നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ആരാധിക്കുന്ന വ്യക്തിയായി തീരേണ്ടതാണ്. ഒരു വ്യക്തി, ഒരു ഇടയൻ തൻ്റെ ജീവിതത്തിൽ ദൈവാശ്രയത്തോടെ വളരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഒരിക്കലും എന്തെല്ലാം ജീവിതത്തിൽ പരാജയങ്ങളുണ്ടായാലും, തൻ്റെ ജീവിതത്തിൽ എന്താ ആശകൾ നഷ്ടപ്പെട്ടാലും, വഴിയടഞ്ഞു പോയാലും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് അവൻ തൻ്റെ ജീവിതത്തെ പിന്നീട് മുന്നോട്ട് നയിക്കും. എന്നാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആ ഹിതം മനസ്സിലാക്കി ജീവിക്കാത്തൊരു ഇടയനാണെങ്കിൽ അവൻ പരാജയത്തിൽപ്പെടുമെന്ന് മാത്രമല്ല, ജീവിതത്തിൽ ദൈവം അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ രക്ഷ അവന് കാണുവാൻ സാധിക്കുകയുമില്ല. രണ്ടാമത്തെ കാര്യം അന്നൊന്നു വേണ്ടുന്ന ആഹാരം എന്നതാണ്. നമ്മളറിയാം, ഇടയ ജീവിതത്തിൽ 2 തരത്തിലുള്ള ആഹാര സംരക്ഷണമുണ്ട്. ഒന്ന് അന്നൊന്നു വേണ്ടുന്നുള്ള ഭക്ഷണവും അതിനപ്പുറത്ത് വേണമെങ്കിൽ അനേകായിരം വർഷങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിൽ സമ്പാദിച്ചു വെക്കുന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം കൂടിയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനെ ഇടയൻ തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ 2 തരത്തിലുള്ള ഇടയന്മാരെ നമ്മൾ ചിന്തിക്കും. ഒന്നാമതായിട്ട് നമുക്കറിയാം, സ്വാഭാവികമായിട്ട് ആത്മീയമായിട്ട് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന നല്ല ഇടയൻ. മറ്റു തലത്തിൽ പറയുമ്പോൾ ഭൗതികമായിട്ട് കുടുംബീയം നയിച്ചവരും കുടുംബീയം നയിക്കാത്തവരും എന്നും ഒരു തലത്തിലൂടെ പറയാം. അപ്പോൾ ഈ സാമ്പത്തിക സംരക്ഷണത്തിൻ്റെ ഒരു തലത്തിലൂടെ കടന്നു പോകുന്ന ഇടയന് പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ അവൻ ഒരു വിവാഹം കഴിച്ച വ്യക്തിയാണെങ്കിൽ സ്വന്തമായൊരു സാമ്പത്തിക സുരക്ഷ ഇല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ അവസ്ഥ എന്തായിരിക്കും? അവൻ ചില വാഗ്ദാനങ്ങൾ അടിയുറച്ചു പോവുകയും അവസാനം സാമ്പത്തിക ഭദ്രത ഇല്ലാതായി തീരുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഒരു സാധാരണ ജീവിതം, ആരുമില്ലാത്ത ദൈവത്തെ പ്രതി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി ജീവിതം നയിക്കുന്ന ഇടയനാണെങ്കിൽ അവന് സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിലും അവൻ്റെ ജീവിതം ഇങ്ങനെ കടന്നു പോകും. എന്നാൽ സിനിമയിൽ കാണുന്നുണ്ട്, അവനൊരു കുടുംബം നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ സാമ്പത്തികാവസ്ഥ ആവശ്യമുണ്ടായിട്ടും ആടുജീവിതം നയിച്ചുകൊണ്ട് പോകുമ്പോൾ അവസാനം വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുകയും അവസാനം അവൻ പരാജയത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉദാഹരണമായി ഒരു കണ്ടക്ടർ തൻ്റെ പണം പിരിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, 3 തലങ്ങളിലുള്ള വ്യക്തിയുമായിട്ട് ബന്ധമുണ്ട്. അതിൽ ഒന്നാമത്തെ തലം എന്ന് പറയുമ്പോൾ അത് കളക്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ആ വ്യക്തി, മറ്റൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പ്രചോദനം കൊടുക്കുന്ന ഒരു വ്യക്തി, മൂന്നാമത്തെ വ്യക്തി പറയുമ്പോൾ അതിനുവേണ്ടി ആ മൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി. 3 തരം വ്യക്തികളുണ്ട് ഒരു സാമ്പത്തിക സമ്പാദ്യത്തിൽ. അപ്പോഴും ഇതിൽ പലപ്പോഴും
ഇടയന് ഒന്നും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകാറുണ്ട്. കാരണം അദ്ദേഹം ഭക്ഷണം കഴിച്ചു പോയെന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്രചോദനം കൊടുത്തുകൊണ്ട് അതിനെ സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിയാണ് പലപ്പോഴും മറ്റ് രണ്ട് നേട്ടങ്ങളിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായി സ്വീകരിച്ചു പോകുന്ന വ്യക്തിയായി മാറുന്നത്. അപ്പോൾ നമുക്കറിയാം, ലോട്ടറി എടുക്കുന്ന പലരും പലർക്കും അടിക്കാറില്ല. ഉദാഹരണത്തിന് അധ്വാനിക്കുന്ന വ്യക്തിക്ക് അപ്പുറത്ത് ആ മൂല്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന വ്യക്തിക്കാണ് പലപ്പോഴും കിട്ടാറുള്ളത്. അതൊരു അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും എന്തെല്ലാം കഷ്ടപ്പാടിൽ കടന്നു പോകുമ്പോൾ സ്വന്തം കാര്യം കൂടെ കുറച്ച് നോക്കിക്കൊണ്ട് ഒരു 90% നമ്മൾ മറ്റുള്ളൊരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ 10% സ്വന്തം കാര്യം കൂടെ നോക്കാൻ അവൻ അർഹതപ്പെട്ടതാണ്. അപ്പോൾ അതാണ് വേലക്കാർ കൂലിക്ക് അർഹനാണെന്ന് കർത്താവ് പോലും പറയുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായി മനസ്സിലാക്കാതെ തൻ്റെ ജീവിതത്തിൽ കുടുംബം, മക്കളും ഭാര്യയും ഉണ്ടായിട്ടും അവൻ ആ ഇടയ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും ആ ഭാഗം ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ പരാജയത്തിലേക്ക് കടന്നു പോകും. അപ്പോൾ ഈ 3 തലങ്ങളെപ്പറ്റി ഓർക്കുകയും ചെയ്യണം. അതായത് അതിൽ 3 വ്യക്തികളിൽ നമ്മൾ അധ്വാനിക്കുന്ന വ്യക്തിക്ക് പലപ്പോഴും കിട്ടണമെന്നില്ല. അവൻ അന്നുള്ള ആഹാരം മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷേ മറ്റു വ്യക്തികൾ ആ മൂല്യങ്ങൾ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് പോകും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല. എങ്കിലും നല്ല ശതമാനം ഈ ലോകത്ത് അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷേ കളക്ടർ എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുന്നവർ പലപ്പോഴും അധികാരസ്ഥാനത്ത് ഇരിക്കുകയും അത് അവർക്കെല്ലാം ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. മറ്റുള്ള പ്രവർത്തിപ്പിക്കുന്ന വ്യക്തിക്ക് പലപ്പോഴും കിട്ടുന്നത്. ഇത് ഇടയ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമായി തീർന്നേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു ഘടകമായി മാറേണ്ടിയിരിക്കുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട, അപ്പോൾ ഒന്നാമത്തെ ഘടകം മനസ്സിലായി, ദൈവവിശ്വാസത്തിലേക്ക് കടന്നു പോകുന്ന നല്ല ഇടയൻ. രണ്ടാമത്തെ, തൻ്റെ ജീവിതത്തിൽ അവന് അന്നുള്ള ആഹാരത്തിലൂടെ സംവദിക്കുന്നതോടൊപ്പം അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയനുസരിച്ച് അവൻ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അവന് ഒരു പൊതുജീവിതത്തിലൂടെ പോകുന്ന വ്യക്തിയാണെങ്കിൽ, കുടുംബജീവിതത്തിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ അതും കൂടെ ശ്രദ്ധിച്ച് പോകേണ്ട ഇടയൻ, അല്ലെങ്കിൽ അവൻ പരാജയത്തിലേക്ക് കടന്നു പോകും. മൂന്നാമത്തെ തലം നമ്മുടെ ഇടയത്തിലുണ്ടാകുന്നത് 2 തരത്തിലുള്ള പ്രലോഭനമാണ്. പ്രലോഭനത്തിൽ നിന്ന് രക്ഷിക്കണമേ, ദുഷ്ടാരൂപിയിൽ നിന്ന് കാത്തുകൊള്ളണമേ. പ്രലോഭനവും ദുഷ്ടാരൂപിയും തമ്മിൽ ബന്ധമുണ്ട്. ജീവിതത്തിൽ ഒരിടയൻ പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവനെപ്പോഴും പ്രലോഭനത്തിന് അതീതമായ ദുഷ്ടശക്തികൾ അവനെ ആക്രമിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവവിശ്വാസമില്ലാതെ കടന്നു പോകുന്ന ഒരു ഇടയനാണെങ്കിലും അവൻ്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ, ദൈവവിശ്വാസം ഉള്ള വ്യക്തിയാണെങ്കിൽ തന്നെ പ്രലോഭനം ഉണ്ടാകുമ്പോൾ അവൻ്റെ ദുഷ്ടാത്മാക്കളുടെ ശക്തികളിലൂടെ അവന് കടന്നു വന്ന് പലതരത്തിലും അപകടത്തിലൂടെയും ആ ഇടയൻ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ അവസരത്തിൽ ദുഷ്ടാരൂപിയും പ്രലോഭനവും തമ്മിൽ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രലോഭനത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ 2 ബന്ധങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ബന്ധമുള്ളതാണ്, പ്രലോഭനവും ദുഷ്ടശക്തിയും. അപ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അവൻ്റെ ചിന്തയനുസരിച്ച് ഉണ്ടാകുന്ന പ്രലോഭനത്തിൽ 2 പ്രധാനപ്പെട്ട കർമ്മങ്ങൾ നടക്കുന്നു. ഞാൻ പറയാം. അതുപോലെ മറ്റൊരു ഈ പ്രാർത്ഥനയാണ് ഇതിൽ കിടക്കുന്നത്. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുന്നത് പോലെ എൻ്റെ തെറ്റ് ക്ഷമിക്കപ്പെടണമേ. അതായത് ഒരു വ്യക്തിയിലേക്ക് നമ്മൾ കുറ്റം ആരോപിക്കുമ്പോൾ 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. ഒന്നാമത്, ആ കുറ്റം പറയുമ്പോൾ, ഒരു വ്യക്തിയെ പറ്റി കുറ്റം പറയുമ്പോൾ ആ വ്യക്തിയെ ദൈവം ആ വ്യക്തിക്ക് വേണ്ടിയും അല്ലെങ്കിൽ കുറ്റം പറയുന്ന വ്യക്തിക്ക് വേണ്ടിയും 2 പരീക്ഷകൾ നടക്കും. ഒന്നാമത്, ആ വ്യക്തിയെ ദൈവം പരീക്ഷിക്കും, അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പരീക്ഷിക്കും. രണ്ടാമത്, അത് ചെയ്യുന്ന വ്യക്തിയെയും പരീക്ഷിക്കും. അപ്പോൾ ഈ 2 പരീക്ഷണങ്ങളിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വലിയ അപകടങ്ങളും അതുപോലെ പ്രതിസന്ധികളും പരാജയങ്ങളും ഉണ്ടാകാൻ സാധ്യത. എന്നാൽ ആ ഇടയനിൽ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നമ്മൾ പരീക്ഷണങ്ങളുണ്ടാകുമ്പോൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുന്ന ദൈവം അവൻ നീതിമാനാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടും. നേരെ തിരിച്ച് നമ്മൾ കുറ്റം മറ്റുള്ളവരെ ആരോപിക്കുമ്പോൾ നമുക്കും പരീക്ഷണം ഉണ്ടായിത്തീരുന്നു, ആ വ്യക്തിയിലും പരീക്ഷണം ഉണ്ടായിത്തീരുന്നു. 2 വ്യക്തികളും പരീക്ഷണം ഉണ്ടാവുന്നത്. ഈ പരീക്ഷണത്തിൽ നമ്മൾ കുറ്റപ്പെടുത്തുന്ന വ്യക്തിയാകുമ്പോൾ, മറ്റുള്ളവരിലേക്ക് വിരൽ ചൂടുന്ന വ്യക്തിയാകുമ്പോൾ അവന് തെറ്റുണ്ടെങ്കിൽ അവൻ പരാജയത്തിലേക്ക്, അവന് വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകും. നേരെ തിരിച്ച് മറ്റേ വ്യക്തി അതുപോലെ തന്നെ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകും. അതുകൊണ്ടാണ് കർത്താവ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ട് നമ്മൾ മാക്സിമം, ഞാനും പലപ്പോഴും മറ്റുള്ള കുറ്റങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, അപ്പോൾ കഴിയുന്നത് നമ്മൾ മറ്റുള്ളവരെ കുറ്റം ആരോപിക്കാതിരിക്കുക. കുറ്റം ആരോപിച്ചാൽ നമുക്ക് പരീക്ഷണങ്ങളുണ്ടാവും. പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധതയില്ലെങ്കിൽ വലിയ വലിയ ആപത്തിലേക്ക് നമ്മളെ കടത്തിവിടുന്നതായിരിക്കും എന്ന് 100% സത്യമാണ്. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ആരെയെല്ലാം നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ അവിടെ ഒരു പരീക്ഷണം ഉണ്ടാവുകയും ആ പരീക്ഷണത്തിൽ സത്യം വിജയിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കടന്നു വരുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എത്രയെത്ര ഇടയന്മാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇടയ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, ഇടയന്മാർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഇടയന്മാരുടെ ജീവിതം വളരെ പ്രതിസന്ധികളോട് കടന്നു പോവുകയാണ്. അതായത് ഒരിടയൻ തങ്ങളുടെ ആടുകളെ മുന്നോട്ട് നയിക്കുമ്പോൾ ആ ഇടയൻ വ്യത്യസ്ത മതവിഭാഗത്തെ ഒരുമിച്ച് നയിക്കുന്ന ഇടയനാണെങ്കിൽ, വ്യത്യസ്ത രാഷ്ട്രീയ തലത്തിലൂടെ ചിന്താഗതിയെ ഒരുമിച്ച് മുന്നോട്ട് നയിക്കുന്ന ഇടയനാണെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ്. ഒരാൾ ചായ കുടിക്കാൻ പറയുമ്പോൾ മറ്റൊരാൾ കാപ്പി കുടിക്കാൻ വേണമെന്ന് പറയും, മറ്റൊരു വ്യക്തി പറയും ഞങ്ങൾ കപ്പിൽ കയറ്റണമെന്ന് പറയും, മറ്റൊരു കപ്പിൽ നിരക്കണമെന്ന് പറയും. ഇതെല്ലാം വ്യത്യസ്ത തലത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഇടയനൊരിക്കലും ഒരു കാര്യം പൂർണ്ണമായി പൂർത്തിയാക്കാൻ കഴിയില്ല. ഒരു മത്സരബുദ്ധിയിലേക്ക് കടന്നു പോകുന്ന അവസ്ഥയാണെങ്കിലോ
ഈ വ്യക്തികളെല്ലാം വ്യത്യസ്ത ചിന്താഗതികൾക്കെല്ലാം മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവരാണ് മത്സരചിന്തയിലേക്ക് ആ വ്യക്തിയെ കടത്തി വിടുന്ന വ്യക്തിയാണെങ്കിൽ എന്താ അവസ്ഥ, എടേൻ്റെ അവസ്ഥ എന്താണ് നിങ്ങൾ ചിന്തിച്ച് ചോദിക്കുമോ? അവനൊരിക്കലും ഒരു നല്ല കാര്യം പടുത്തുയർത്തി കഴിയുമ്പം മറ്റൊരു വ്യക്തി എന്നത് തച്ചെടുത്ത് കളയും. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് എന്താണ് വേണ്ടത്? ഐക്യമാണ് വേണ്ടത്. ഒരിടയനും ഒരു തൊഴുത്തും എന്ന് പറയുന്ന പോലെ ഐക്യമുണ്ടാകണം. കർത്താവ് പ്രാർത്ഥിച്ചത് ഐക്യം വേണം. പരസ്പര സ്നേഹവും ഐക്യമില്ലാത്ത ഇതെല്ലാം നശിച്ചു പോകുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഈ നമ്മുടെ ഒത്തിരി പരാജയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഐക്യം എന്നൊരു സാധ്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ ക്ഷമിക്കപ്പെടുവാനും എളിമപ്പെടുവാനുള്ള അവസ്ഥയില്ലെങ്കിൽ ഇടയ ജീവിതം പരാജയത്തിലേക്ക് കടക്കുമെന്നത് 100% സത്യമാണ്. നമുക്കറിയാം നമ്മുടെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എന്തോരം പ്രതിസന്ധികൾ നമ്മുടെ കടന്നുപോയത്. നമ്മുടെ കേരളം കൊറോണയിലൂടെയും നിപ്പയിലൂടെയും ഒത്തിരി പ്രതിസന്ധികൾ കടന്നുപോയി. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ ആരുടെ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തോരം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പ്രതിസന്ധികളെ കടന്നു പോകാൻ നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ ഗവൺമെൻറ്റും എല്ലാം ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അതായത് ഹരിതകർമ്മസേനയിലൂടെ നമ്മുടെ വേസ്റ്റ് പ്രൊഡക്റ്റെല്ലാം മാറ്റി നല്ല ശുദ്ധീകരണ സ്ഥലങ്ങളുണ്ടായിത്തീർന്നു. അതുപോലെ തന്നെ അനേകം പേർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റി, അനേകം കുടുംബങ്ങളുണ്ടാക്കി, അനേകം വീടുകൾ സ്ഥാപിച്ചുകൊണ്ട് അനേകം പേർക്ക് ജോലി കുടുംബം കൊടുത്തില്ലേ. അതുപോലെ കുറവുകൾ മാറ്റം നോക്കാതെ നന്മകൾ കാണണം. പക്ഷേ ഒത്തിരി സാമ്പത്തിക പ്രതിസന്ധികളുണ്ടായിട്ട് കടന്നു പോവുകയാണ് നമ്മൾ. സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകും. സാമ്പത്തിക പ്രതിസന്ധിയിൽ പോലും ഇത്രയും പ്രശ്നങ്ങൾ കടന്നു പോകുമ്പോഴും പ്രതിപക്ഷത്തിൻ്റെ ഒരു നല്ല മനോഭാവം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അവരുടെ ക്ഷമയെ ഒരിക്കലും അളക്കാൻ പറ്റത്തില്ല. അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ ക്ഷമ അത്രത്തോളം വലുതായിരുന്നു. അവർക്ക് സ്ഥാനമാനങ്ങൾ പോലും സ്വീകരിക്കാതെ അത്രയും പ്രതിസന്ധികളിൽ കടന്നു പോകുമ്പോൾ ഭരണപക്ഷത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രതിപക്ഷത്തെ കാണാൻ പറ്റും. അവരുടെ വളരെ വിലപ്പെട്ട ക്ഷമയെ ഒരിക്കലും അളക്കാൻ പറ്റത്തില്ല. അത്ര ക്ഷമയിലൂടെയാണ് പ്രതിപക്ഷം കടന്നുപോയത്. അവർക്ക് സപ്പോർട്ട് ചെയ്തു. തൻ്റെ അധികാരങ്ങളും കഴിവുകളും ജനങ്ങൾക്ക് വേണ്ടി വളരെ ധീരതയോട് മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയും അജഗണത്തെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോയ ഒരു പ്രതിപക്ഷത്തെ കാണാൻ പറ്റും. ഈ അവസരത്തിൽ നല്ലൊരു ഇടയ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ കുറവുകളെ മാറ്റിവെക്കാൻ കഴിയണം. ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലൂടെ ഒരു ഗാന്ധിയ കുടുംബത്തിൽ ഇന്ത്യ മുന്നോട്ട് നയിക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയില്ലായിരുന്നു, സാമ്പത്തികമായ അടിത്തറയുണ്ടായിരുന്നു. എൻ്റെ ഓരോ തുള്ളി രക്തവും ഇന്ത്യക്ക് വേണ്ടി കൊടുക്കുമെന്ന് പറഞ്ഞ ഇന്ദിരാജീനെ പോലെയുള്ളവരും രാജീവ് ഗാന്ധിയെ പോലെയുള്ളവരും നെഹ്റുജിനെ പോലുള്ളവരൊക്കെ അവരുടെ എന്ത് ആത്മാർത്ഥതയായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണതത്വശാസ്ത്രവും ഇന്ത്യൻ ഭരണതന്ത്രം അറിയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ള സമയത്ത് സാമ്പത്തികമായി ഇന്ത്യ വളർന്നു. പക്ഷേ ഒരു പ്രസ്ഥാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് മറ്റൊരു പ്രസ്ഥാനം ഉണ്ടായിത്തീർന്നത് ഒന്നിക്കും വിജയത്തിലേക്ക് എത്തണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഭരണതന്ത്രവും തത്വശാസ്ത്രവും അറിയുന്ന ഒരു വിഭാഗത്തിന് മാത്രമേ നല്ല രീതിയിൽ ഇന്ത്യയെ വളർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലാതെ വർഗീയ തലത്തിലൂടെ പോയതുകൊണ്ട് ഒരിക്കലും ഇന്ത്യയെ വളരാൻ പറ്റത്തില്ല. പിന്നോക്ക സമുദായത്തിന് ആനുകൂല്യങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ട് മറ്റുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുക എന്നുള്ളതല്ല. ഇന്ത്യയിൽ താമസിക്കുന്ന 95% വസിക്കുന്ന നല്ല ഹൈന്ദവ മക്കളുണ്ട്. നല്ല സ്നേഹവും കരുണയുമുള്ള അവരുടെ സാമ്പത്തിക പ്രതിസന്ധി മനസ്സിലാക്കി അവരുടെ നല്ല വീടൊക്കെ കൊടുത്ത് അവരെ ഉയർത്തിയെടുക്കണം നമുക്ക്. അതോടൊപ്പം പിന്നോക്ക സമുദായത്തിൽപ്പെട്ട അവരുടെ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് അവർക്ക് അത് ക്രൈസ്തവരായാലും മുസ്ലിങ്ങളായാലും മറ്റു അവർക്ക് നല്ല ആനുകൂല്യം കൊടുക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം വളരുന്നത്. അല്ല ഒരു ആനുകൂല്യം എടുത്തു കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നും ഒരിക്കലും നമ്മുടെ രാജ്യത്തെ വർഗീയ തലത്തിലൂടെ ഇന്ത്യ രാജ്യത്തെ നയിക്കാൻ പറ്റില്ല. അത് നമുക്കറിയാം. അന്ന് പഴയ ഇന്ത്യ നോക്കുമ്പോൾ എത്രയോ ഒരു മതസൗഹാർദ്ദ രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ. അപ്പം ഈ മതസൗഹാർദ്ദത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഇടതുപക്ഷ മുന്നണിയും അതുപോലെ തന്നെ അത് സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്ക് അറിയാൻ പറ്റും. ആരുടെയും തിന്മകൾ കാണാതിരിക്കുക, നന്മകൾ കാണുക. എത്രയോ നന്മകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഒരു ശത്രുക്കളൊന്നും ഇല്ലെന്നാണ് ഞാൻ പറയുള്ളൂ. ഒത്തിരി നന്മയുടെ വശം അപ്പോൾ വളരെ ഗൗരവമായിട്ട് ഈ ഇടജീവിതം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വരും കാലങ്ങൾ ഇനിയുള്ള ഓരോ ദിവസവും നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അവരൊത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇടജീവിതത്തിൽ ഒത്തിരി സഹനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ ജീവൻ്റെ മൂല്യം കൊടുത്തുകൊണ്ട് ഈ ഭരണകാലത്തൊക്കെ ഈ 10 വർഷക്കാലം അല്ലെങ്കിൽ ഈ ഭരണകാലത്ത് കേരളത്തിലെ ഭരണകാലത്തൊക്കെ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ജീവൻ്റെ മൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് അനേക വർഷങ്ങൾക്കാണ് ഈ കലിയുഗത്തിൽ അത് ജീവൻ്റെ സ്വരൂപം സ്ഥാപിക്കുവാൻ ഈ ഭരണകൂടം ഒത്തിരി കഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്. മന്ത്രിമാരും മുഖ്യമന്ത്രിയും അതുപോലെ പ്രതിപക്ഷങ്ങളെല്ലാം ഒത്തിരി സഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം ജനങ്ങൾ ഒത്തിരി സഹിക്കുന്നത്. ജനങ്ങൾക്ക് ഇനി ആശ്വാസമാണ്. അവർക്ക് അവരുടെ സമാധാനം ജീവിക്കുവാനും അവരുടെ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കുവാനുള്ള ഒരു സാമ്പത്തികം എങ്ങനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് ചേർന്ന് നമുക്ക് പടുത്തുയർ സാധിക്കുമെന്ന് ഒരുമിച്ച് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ ഏറ്റവും ഉള്ളതിൽ ഭേദമേതാണ്, വളരെ സഹായിക്കുന്ന ആരാണ്, നമ്മളെ എന്തു ചങ്കൂറ്റത്തോടെ മുന്നോട്ട് നമ്മൾ നയിക്കുന്നവരാണ് നമ്മൾ. അപ്പം നമുക്ക് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാഹുൽജിനെ പോലുള്ളവരും സീതാറാം യെച്ചൂരിയെ പോലുള്ളവരും അതുപോലെ തന്നെ നമ്മുടെ അനേകം വ്യക്തികൾ, അതായത് അനേകം വ്യക്തികളുണ്ട്, നല്ല നല്ല വ്യക്തികൾ. ഇവരെയൊക്കെ അതുപോലെ തന്നെ നമ്മുടെ
ഒത്തിരി വ്യക്തികൾ, ഈ വ്യക്തികളെയൊക്കെ മനസ്സിലാക്കി ശശി തരൂരിനെ പോലുള്ളവരൊക്കെ ഒത്തിരി നല്ല വ്യക്തികളുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും എല്ലാം അത് നിയമവശങ്ങളിലൂടെ അദ്ദേഹം നന്മ സ്ഥാപിക്കാൻ പരിശ്രമിച്ച വ്യക്തിയാണ്, നന്മ സത്യത്തിന് വേണ്ടി വാദിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ഇവരെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട്, അതാണ് ആത്മീയ തലത്തിലൂടെ ചിന്തിക്കുന്നത്, ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും, നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കേരളമാണ് എല്ലാത്തിനും അടിത്തറ, മതേതരത്തിൻ്റെ അടിത്തറ. അപ്പോൾ എന്ത് ചങ്കൂറ്റത്തോടു കൂടി പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമ്മുടെ മുഖ്യമന്ത്രി എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും ഒത്തിരി കഷ്ടപ്പാട് കിടന്നും അദ്ദേഹം മതേതരത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിച്ചു. അതുപോലെ പ്രതിപക്ഷം അതിന് കൂടുതൽ നിന്നു. അപ്പം നമ്മുടെ രാജ്യത്ത് അതുപോലെ തന്നെ ഇന്ത്യ ഭരണകൂടം ചെയ്ത ഒത്തിരി നല്ല കാര്യങ്ങൾ ഇപ്പോഴത്തെ അതൊക്കെ മറക്കാൻ പറ്റില്ല. പക്ഷേ വർഗീയതയെ മാറ്റി മതേതരത്വത്തിൻ്റെ ചിഹ്നം എന്നും ദർശിക്കുന്ന ഇന്ത്യ നശിച്ചു പോകും. അപ്പോൾ ആ ഈ മതേതരത്വം എന്ന ചിന്തയെ സംരക്ഷിച്ച് ആദ്യകാല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുടുംബം ചെയ്തതുപോലെ അതിൽ തിരിച്ചു വരേണ്ട കാലഘട്ടമായി ചിന്തിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ഭരണത്തെ മോശമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഒരു മതവിഭാഗത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ഒരു വാക്ക് പറയാൻ പാടില്ല. ക്രൈസ്തവരും ഇസ്ലാമും ഹൈന്ദവരും ഒരുമിച്ച് തോളോട് ചേർന്ന് പോകുന്ന രാജ്യമാണ് ഇന്ത്യ രാജ്യം. മതേതരത്വത്തിൻ്റെ സംസ്കാരമാണ്. അപ്പോൾ ആ സംസ്കാരത്തെ മുറുകെ പിടിച്ച് പോകാൻ നമ്മളെ ആരും മുന്നോട്ട് നയിക്കുന്നു അവരെ കൂടുതൽ നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട യാഥാർത്ഥ്യമായി ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, സമയം ഒത്തിരി പിടിക്കും. അപ്പോൾ ഈ പ്രധാന ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറ, രണ്ടാമത്തെ അന്നന്നുള്ള ആഹാരം സമ്പാദിക്കുന്നതിൽ സ്വന്തം കാര്യം നോക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, അതോടൊപ്പം സ്വന്തം കാര്യങ്ങളിടയിൽ നോക്കണം. മൂന്നാമത്തെ പ്രലോഭനത്തിൽ, അതായത് മറ്റുള്ളവരെ മാത്രം കുറ്റപ്പെടുത്തുമ്പോൾ പരീക്ഷകളുണ്ടാകുമ്പോൾ രണ്ട് ഭാഗത്തും പരീക്ഷണം, ആ പരീക്ഷണം അതിജീവിക്കണമെങ്കിൽ ഉള്ളിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരു നല്ല ഇടജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിൽ മതങ്ങൾക്കും രാഷ്ട്രീയങ്ങൾക്കും അപ്പുറത്ത് നമ്മളെ നന്നായിട്ട് മുന്നോട്ട് നയിക്കുവാൻ, അതോടൊപ്പം ഇരു ജനങ്ങൾക്ക് സമാധാന ശാന്തി വേണം. അവരെ നമ്മുടെ പ്രശ്നങ്ങൾ ജനങ്ങൾ എന്താണ് പറയുന്നത് അതാണ് ഈ നടപ്പിലാക്കേണ്ടത്. ജനങ്ങളാണ് നമ്മുടെ ജനാധിപത്യവും ഈ രാജ്യത്തിന് മൂലക്കല്ലും എല്ലാം ജനങ്ങളാണ്. ജനങ്ങൾ ഒത്തിരി സഹിച്ചിട്ടുണ്ട് ഈ ഇടജീവിതത്തിലും ഒത്തിരി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സഹിച്ചെന്നൊന്നും പറയാമല്ലോ, അവർ ആഗ്രഹിക്കുന്നുമില്ല. എനിക്കറിയാം എത്രത്തോളം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഇടജീവിതം എന്നൊക്കെ. അപ്പോൾ നമുക്ക് ചെയ്യുന്ന നന്മയിൽ നമുക്ക് നന്നായി ഓർക്കാം. ഇനി വരാൻ പോകുന്ന കാലത്ത് ചിന്തിച്ച് മനസ്സിലാക്കി സാമ്പത്തിക പ്രതിസന്ധികളെ നമുക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും, അതിനെ അതിജീവിക്കാൻ പറ്റും, അതോടൊപ്പം നല്ലൊരു ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു നല്ല ഇടജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അതുപോലെ തന്നെ നല്ല ഒരാടുജീവിതം എല്ലാവർക്കും സമർപ്പിച്ചുകൊണ്ടും ദൈവം എല്ലാവരും സമൃദ്ധി എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വെച്ച് വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവർക്കും 1000 നന്ദി.